1 ദിനവൃത്താന്തം അധ്യായം 26. വാതിൽ കാവൽക്കാർ. ദേവാലയ വാതിൽ കാവൽക്കാരുടെ ഗണങ്ങൾ. കൊറാഹ്യരിൽ ആസാഫിൻ്റെ പുത്രന്മാരിൽ കോറയുടെ പുത്രൻ മെശലെമിയ. അവൻ്റെ പുത്രന്മാർ പ്രായക്രമത്തിൽ സക്കറിയ, യെദിയേൽ, സെബദിയ, യത്നിയേൽ, ഏലാം, യഹോഹനാൻ, എലിയോഹോവേനായി. ഓബദ് എദോമിൻ്റെ പുത്രന്മാർ പ്രായക്രമത്തിൽ ഷെമായ, യഹോസബാദ്, യോവ, സാഹാർ, നെഥാനേൽ, അമിയേൽ, ഇസാക്കർ, പെവുലെത്തായി. ദൈവം ഓബദ് എദോമിനെ അനുഗ്രഹിച്ചു. അവൻ്റെ പുത്രനായ ഷെമായായുടെ പുത്രന്മാർ കഴിവുറ്റവരായിരുന്നതിനാൽ തങ്ങളുടെ പിതൃകുടുംബങ്ങൾക്ക് നായകന്മാരായിരുന്നു. ഷെമായായുടെ പുത്രന്മാർ ഒത്നി, റഫായേൽ, ഓബദ്, എൽസാബാദ്. അവരുടെ ചർച്ചക്കാരായ എലീഹു, സെമാഹിയ എന്നിവർ കഴിവുറ്റവരായിരുന്നു. ഇവർ ഓബദ് എദോമിൻ്റെ വംശത്തിൽപ്പെടുന്നു. ഇവരും മക്കളും ചർച്ചക്കാരും ശുശ്രൂഷയ്ക്ക് അതിനിപുണന്മാരായിരുന്നു. ഓബദ് എദോമിൽ നിന്ന് ആകെ 62 പേർ. മെശലേമിയായുടെ പുത്രന്മാരും ചർച്ചക്കാരും പ്രഗത്ഭരായ 18 പേർ. മെറാറി കുടുംബത്തിലെ ഹോസായുടെ പുത്രന്മാരിൽ പ്രമുഖനായ ഷിമ്രി ആദ്യജാതനല്ലെങ്കിലും ഇവനെ ഹോസ തലവനാക്കി. രണ്ടാമൻ ഹിൽക്കിയ, മൂന്നാമൻ തെബാലിയ, നാലാമൻ സക്കറിയ. ഹോസായുടെ പുത്രന്മാരും ചർച്ചക്കാരുമായി ആകെ 13 പേർ. ദ്വാരപാലകന്മാരെ ഗണം തിരിച്ചതും കുടുംബത്തലവന്മാർക്ക് അനുസൃതമായാണ്. കർത്താവിൻ്റെ ആലയത്തിൽ ശുശ്രൂഷ ചെയ്തിരുന്ന ഇവരുടെ ചർച്ചക്കാരെ പോലെ ഇവർക്കും കർത്തവ്യങ്ങളുണ്ടായിരുന്നു. പിതൃകുടുംബക്രമമനുസരിച്ച് വലിപ്പച്ചെറുപ്പ ഭേദമന്യേ അവർ നറുക്കിട്ട് ഓരോ വാതിലിനും ആളെ നിശ്ചയിച്ചു. കിഴക്കേ വാതിലിൻ്റെ നറുക്ക് ശെലമിയായ്ക്ക് വീണു. അവൻ്റെ മകനും സമർത്ഥനായ ഉപദേഷ്ടാവുമായ സക്കറിയായ്ക്ക് വടക്കേ വാതിലിൻ്റെ നറുക്ക് കിട്ടി. തെക്കേ വാതിൽ നറുക്കനുസരിച്ച് ഓബദ് എദോമിന് കിട്ടി. അവൻ്റെ പുത്രന്മാരെ സംഭരണശാലയുടെ ചുമതല ഏൽപ്പിച്ചു. കയറ്റത്തിലെ വഴിയിലേക്ക് തുറക്കുന്ന ശല്ലേഹത്ത് വാതിലും പടിഞ്ഞാറേ വാതിലും ശുപ്പിമിനും ഹോസായ്ക്കും കിട്ടി. അവർ തവണ വെച്ച് തുടർച്ചയായി കാവൽ നിന്നു. ദിനംപ്രതി കിഴക്ക് 6 പേർ, വടക്ക് 4 പേർ, തെക്ക് 4 പേർ. സംഭരണശാലകളിൽ ഈ 2 പേർ. പർബാറിൽ 2 പേർ. അതിന് പടിഞ്ഞാറുള്ള വഴിയിൽ 4 പേർ. കൊറാഹ്യരിലും മെറാര്യരിലും പെട്ട ദ്വാരപാലകന്മാരുടെ വിഭാഗങ്ങൾ ഇവയാണ്. ലേവ്യരിൽ അഹിയ ദേവാലയ ഭണ്ഡാരത്തിൻ്റെയും കാണിക്കകളുടെയും മേൽനോട്ടക്കാരനായിരുന്നു. ഗർശോന്യനായ ലാദാൻ്റെ സന്തതികളിൽ ഒരുവനാണ് യഹിയേൽ. അവൻ്റെ പുത്രന്മാരായ സേദാമും സഹോദരൻ ജോയേലും കർത്താവിൻ്റെ ആലയത്തിലെ ഭണ്ഡാരത്തിൻ്റെ സൂക്ഷിപ്പുകാരായിരുന്നു. അവരോടൊപ്പം അമ്രാമ്യരും ഇസ്ഹാര്യരും ഹെബ്രോന്യരും ഉസിയേലിനുമുണ്ടായിരുന്നു. മോശയുടെ മകനായ ഗർഷോമിൻ്റെ പുത്രൻ ഷെബൂവേൽ ഭണ്ഡാര സൂക്ഷിപ്പുകാരുടെ തലവനായിരുന്നു. എലിയേസർ വഴിക്കുള്ള അവൻ്റെ ചാർച്ചക്കാർ റഹാബിയ, അവൻ്റെ മകൻ യെശായ, അവൻ്റെ മകൻ യോറ, അവൻ്റെ മകൻ സിക്രി, അവൻ്റെ മകൻ ശെലോമോത്ത്. ദാവീദ് രാജാവും കുടുംബത്തലവന്മാരും സഹസ്രാധിപന്മാരും ശതാധിപന്മാരും സംഘത്തലവന്മാരും അർപ്പിക്കുന്ന കാഴ്ചവസ്തുക്കളുടെ മേൽനോട്ടക്കാർ ശെലോമോത്തും ചർച്ചക്കാരുമായിരുന്നു. യുദ്ധത്തിൽ കൊള്ളയടിച്ച വസ്തുക്കളിൽ നിന്ന് ഒരു ഭാഗം അവർ കർത്താവിൻ്റെ ആലയം സംരക്ഷിക്കാൻ നൽകിപ്പോന്നു. ദീർഘദർശിയായ സാമുവൽ, കിഷിൻ്റെ മകൻ സാവൂൾ, നേറിൻ്റെ മകൻ അബ്നേർ, സെരൂയായുടെ മകൻ യോവാബ് എന്നിവർ സമർപ്പിച്ച എല്ലാ വസ്തുക്കളുടെയും മേൽനോട്ടം ശെലേമോത്തിനും ചാർച്ചക്കാർക്കുമായിരുന്നു. ഇസ്ഹാര്യരിൽ നിന്ന് കെനാനിയായും പുത്രന്മാരും ഇസ്രായേലിലെ രാജസേവകന്മാരും ന്യായാധിപന്മാരുമായി നിയമിക്കപ്പെട്ടു. ഹെബ്രോന്യരിൽ നിന്ന് ഹഷാബിയായും ചാർച്ചക്കാരും ജോർദാൻ്റെ പടിഞ്ഞാറേ തീരം വരെ ഇസ്രായേലിൻ്റെ മേലധികാരികളായി നിയമിക്കപ്പെട്ടു. കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്കും രാജസേവനത്തിനുമായി നിയമിക്കപ്പെട്ട പ്രഗത്ഭന്മാരായ അവർ 1700 പേരുണ്ടായിരുന്നു. ഹെബ്രോന്യരുടെ തലവൻ ഏത് വംശാവലി വഴിക്കും ജെറിയ ആയിരുന്നു. ദാവീദ് രാജാവിൻ്റെ 40-ാം ഭരണവർഷം ഇവരുടെ ഇടയിൽ നടത്തിയ അന്വേഷണത്തിൽ ഗിലെയാദിലെ യാസറിൽ അതിപ്രഗത്ഭന്മാർ ഉണ്ടെന്ന് കണ്ടെത്തി. ജെറിയായും ചർച്ചക്കാരുമായി 2700 പ്രഗത്ഭന്മാർ ഉണ്ടായിരുന്നു. ദാവീദ് രാജാവ് അവരെ റൂബൻ, ഗാദ് ഗോത്രങ്ങൾ, മനാസയുടെ അർദ്ധഗോത്രം എന്നിവയിൽ ദൈവത്തെയും രാജാവിനെയും സംബന്ധിക്കുന്ന സകല കാര്യങ്ങളുടെയും ചുമതല ഏൽപ്പിച്ചു.